ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഉള്ളതേ മൺറോത്തുരുത്താണ്. നമ്മുടെ മാമൻ്റെ വീട്ടിൽ വന്നേക്കാം. അപ്പോൾ ഇവരുടെ വീട്ടിൻ്റെ സൈഡിൽ മൊത്തവും ചുറ്റിനും മറ്റേ ചെറിയ ചെറിയ കനാലുകളും തോടുകളും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് വള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അളിയ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് വള്ളത്തിൽ ഇപ്പോൾ ഇവിടെ ഏതോ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ പോവാണ്. അതാണ്ട് അളിയൻ ഒരു ഹായ് പറഞ്ഞ അളിയ. ഹായ് കണ്ണയളിയൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഇനി ബാക്കി നിങ്ങളെ കാണിച്ചു തരാം. അളിയ നമ്മൾ എവിടെ പോകണം? എന്തു ആണ് ഉള്ളത് സംഭവം? ഒന്നുമില്ല, ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തള്ളിയിടാൻ കൊണ്ടുപോകണോ? തള്ളി വേണമെങ്കിൽ ഇടാം. ഇത് എനിക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ തന്നാണ് ഇരുത്തിയേക്കുന്നത്. പക്ഷേ ബാക്കി ഇരിക്കുന്നതിന് വേണ്ടാന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല അതിന്റെ ഗുട്ടൻസ് എന്താണ് സംഭവം. അതുകൊണ്ട് വേണ്ട. എനിക്ക് നീന്താൻ അറിയത്തില്ലല്ലോ. നമുക്ക് നീന്താൻ അറിയത്തില്ലല്ലോ. അതാണ് സംഭവം. അടിപൊളി സ്ഥലമാട്ടോ. എങ്ങനെയുണ്ട് സൈഡൊക്കെ കാണാൻ? ഇത് നിങ്ങൾ മറ്റേ നമ്മുടെ വേറെയുള്ള വീഡിയോയിലൊന്നും കണ്ടിട്ടുള്ള കണക്കത്തെ സ്പോട്ടുകളൊന്നും അല്ല കേട്ടോ, വേറെ സ്പോട്ടുകൾ. അതുകൊണ്ട് സൈഡൊക്കെ വേണേൽ കാണിച്ചു തരാം. ബാക്ക് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ കാണിച്ചു തരാം, എന്നാലേ മനസ്സിലാവും. ഒരു ഒരു ചെറിയ പാലം. ഇത് എന്തോ ഇത് വീട്ടിലോട്ടുള്ള പാലമാണോ? ഓ, അപ്പുറത്തെ പ്രോപ്പർട്ടിയിലോട്ടൊക്കെ പോകാനുള്ള. ഇവിടെയും ടൂറിസം ഒക്കെ നിങ്ങളെന്താണ്ട് ഹോം സ്റ്റേ ഏതാണ്ടൊക്കെ പണിയുന്നുണ്ടല്ലോ അല്ലേ? ഇവരെന്തോ ഹോം സ്റ്റേയോ കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പണിയൊക്കെ തീരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം. ഭാവിയിൽ അത് നിനക്ക് കോണ്ടന്റ് ആക്കാം. അതെ, അവൻ പറഞ്ഞിട്ടില്ല. ഭാവിയിൽ നമുക്കത് കോണ്ടന്റ് ആക്കിയിട്ട് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ. ഇപ്പോൾ ഇവ എന്തൊക്കെയോ കാണിക്കാനാന്നും പറഞ്ഞ് കൊണ്ടുവന്നേക്കുവാണ്. ഇവിടെ എല്ലാം കണ്ടന്റുകളാണെന്നാണ് പറയുന്നത്. ഈ വള്ളം ഒരു സൈഡിലോട്ട് ചരിയുന്നല്ല, ഞാൻ ഇരിക്കുന്നുണ്ടെന്നോ? ആണോ? ഞാൻ ഭീഷണിപ്പെടുത്തുന്നു കേട്ടോ. നമ്മളെ ചീത്ത വിളിച്ചു തരാം കേട്ടോ. ഇവനെ പൊങ്കാലയിട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ വെള്ളം, ഇത് ഫൈബർ അല്ലേ അളിയാ? ഫൈബറിൻ്റെ വെള്ളത്തിലാണ് കേട്ടോ പോകുന്നത്. ഇത് പുതിയത് മേടിച്ചാ? ഓക്കെ ഓക്കെ. ഈ വള്ളം ഇതിന് ലൈസൻസ് ഒക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? വേണ്ട. വീട്ടിലെ ഇത് ടൂറിസ്റ്റ് അല്ലല്ലോ, നമ്മൾ അല്ലാതെ നമ്മുടെ തന്നെ ആയതുകൊണ്ട് ഒന്നും വേണ്ട. സൈഡിലൊക്കെ കണ്ട വീടുകളൊക്കെ കേട്ടോ. ഇത് ഹോം സ്റ്റേയാ? അതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ മാവ്, അതിനകത്ത് മറ്റേ നാട്ടുമാങ്ങയൊക്കെ പിടിച്ചിരിക്കുന്നു. എങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാണ്. ഇവിടൊക്കെ ഈ കൊഞ്ചുവളമൊക്കെ ഇല്ലേ അളിയാ? ഇതിനകത്തൊക്കെ നിങ്ങൾ കരിമീനൊക്കെ ഇവിടെ നിന്നൊക്കെയാണോ പിടിക്കുന്നത്? ഈ കരിമീൻ തോട്ടിൽ കണ്ട പോസ്റ്റ്. ഇത് ഫുള്ള് തോട്ടി പോസ്റ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്? ഞാൻ ഇത് ആദ്യമായിട്ട് കാണും കേട്ടോ, തോട്ടിൽ പോസ്റ്റ്. ഇത് ആക്ച്വലി തോടാണോ എന്തോ ഇതിന് പറയുന്നത്? തോടാ കനാലാ? ഇത് തോടാ. ഇത് ശരിക്കും കല്ലടയാറിന്റെ കൈവഴിയാണ്. കല്ലടയാറിന്റെ കൈവഴിയാണ് ഇതെല്ലാം. ഇവിടെ എന്താ ആഴം കാണും? ഇവിടെ വലിയ ആഴമൊന്നുമില്ല. ഇനി നമ്മൾ കുറച്ചുകൂടെ ആ വളം കൊണ്ട് കഴിയുമ്പോൾ നല്ല ആഴമാവും. ആണോ? വേണ്ടിട്ടാണ് നിനക്ക് ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട്. അതെന്താ, നീ വള്ളം മറിക്കാനുള്ള പ്ലാനങ്ങളാണോ? വള്ളമൊന്നും മറിക്കുന്നില്ല. പിന്നെ വള്ളം മറിച്ചാലും നീ മുങ്ങത്തില്ലല്ലോ. എന്തോ പക്ഷെ സ്ഥലം അടിപൊളിയാട്ടോ. പക്ഷേ ഇതിപ്പോൾ നട്ടുച്ച വെയിലാണ്. എന്തുമാത്രം നിങ്ങൾക്ക് ഔട്ട് എന്ന് എനിക്കറിയത്തില്ല. ഈ നട്ടുച്ച വെയിലത്ത് വന്ന് സൺസ്ക്രീനൊക്കെ തേച്ചാൽ വന്നത്. എനിക്കറിയത്തില്ല എന്താകുമെന്ന്. നോക്കാം. ഹിഡൻ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന് എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താണോ എന്തോ. ഇത് മൺറോത്തുരുത്തിന്റെ പടിഞ്ഞാറ് വശമാണ്. ഇവിടെ അങ്ങനെ വലുതായിട്ട് ടൂറിസ്റ്റുകളൊന്നും വന്നിട്ടില്ല. ഈ ഭാഗത്ത് ടൂറിസ്റ്റുകളൊന്നും വരാറില്ല. ഇത് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇത്. അപ്പോൾ പാലത്തിന്റെ അടുത്ത് നിന്നുള്ള റോഡെല്ലാം കുളമായി കിടക്കുകയാണ്. ഈ വീട്ടിലൊക്കെ ആൾതാമസം ഉള്ളതാണോ? അപ്പൊ അവിടൊക്കെ പിന്നെ ആൾക്കാരെങ്ങനെ വരും? വള്ളത്തിലാണോ? അല്ല, നമ്മുടെ അതിലെ കൂടെ നടക്കാൻ വഴിയുണ്ട്. പിന്നെ അവർക്ക് വള്ളമുണ്ട്. മിക്ക വീടുകളിലും ഇവിടെ വള്ളമുണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ എല്ലാ വീടുകളിലും വള്ളമൊക്കെ ഉണ്ട്. അവരെ നമ്മള് ശരിക്കും കല്ലടയാറിന്റെ മെയിൻ ഒരു കൈവഴിയിലോട്ട് ഇറങ്ങുക. ഇവിടെ നല്ല ആഴമാ. ഇതിന്റെ ഒരു സൈഡ് അഷ്ടമുടിക്കായലും ഒരു സൈഡിൽ കല്ലടയാറും. ഓക്കെ ഓക്കെ. ഇവിടെ എന്താ ഈ സാധനത്തിന്റെ പേരെന്താ? ഒതളങ്ങയാണോ? ഇതാണോ ഒതളങ്ങ? മാങ്ങ പോലൊക്കെ ഇരിക്കുന്ന സാധനം. ഇതാണ് ഒതളങ്ങ. തിന്നാ ചിലപ്പോ അടിച്ചു പോകും കേട്ടാ. ചിലപ്പോഴല്ല അടിച്ചു പോകും. വാവ് വാവ് പൊളി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ ക്യാമറയിൽ എന്തുമാത്രം കിടിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഇത് അല്ലാതെ നോക്കുമ്പോഴേ അറിയാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. ആ രണ്ട് സൈഡിലും തെങ്ങ്. ഇവിടെയൊക്കെ തേങ്ങയ്ക്കൊക്കെ വില കുറവാണോ? ഇവിടെ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. സുനാമിക്ക് ശേഷം ഈ വേലിയൊക്കെ കഴിഞ്ഞതിന് ശേഷല്ലേ കുറവാണോ? തേങ്ങ കായ്ഫലം കുറവാ തെങ്ങിനൊക്കെ. ആ ഇവിടെ ഈ ഇങ്ങനെ വള്ളത്തിൽ പോയി കള്ള് കുടിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ കള്ള് കൊണ്ടുവരണമെന്നേ ഉള്ളൂ. ഇവിടെ ഷാപ്പൊന്നുമില്ല. കള്ള് കൊണ്ടുവരണോ അല്ലേ? അല്ല ഇവിടുത്തെ ഈ തെങ്ങിനകത്തൊക്കെ കള്ളുണ്ടോ? ഇവിടൊക്കെ ഈ കള്ള് ഷാപ്പുകളിലൊക്കെ കള്ള് ചെത്താനോ? ആ ചെത്തുന്ന നല്ല ആരോഗ്യമുള്ള തെങ്ങിനാടാ കള്ള് ചെത്തുന്നേ. ഓ ഇതിനൊക്കെ ആരോഗ്യം ശോഷിച്ച തെങ്ങാണോ? ഇതിനൊക്കെ അളിയൻ പറയുന്നത് ഇതിനൊക്കെ ഇവിടെ എല്ലാം സംഭവങ്ങൾ കുറവാണ്. ഉണ്ടായിരുന്നല്ലോ. എവിടെ? അവിടെ നമ്മൾ കൊഞ്ചു വളർത്തിയ സ്ഥലം ഉണ്ടായിരുന്നു. ആ പണ്ട് ഇവർക്ക് കൊഞ്ചോളം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാമനും. അവിടുത്തെ തെങ്ങിന്നെല്ലാം പണ്ട് ചെത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ കൊഞ്ചോളം ഇല്ല. അല്ലെന്നുണ്ടെ ആ ഒരു കണ്ടന്റൊക്കെ കാണിക്കായിരുന്നു. നമുക്ക് ഇവിടെ എല്ലാം ഉപ്പുവെള്ളം കയറിയ ശേഷം പിന്നെ അങ്ങോട്ട് തെങ്ങിനൊന്നും ആരോഗ്യമില്ല. അതിന്റെ കൂടെ തന്നെ അപ്പോൾ അങ്ങനെയാണ് സംഭവം. കായ്ഫലം കുറവാണ് തെങ്ങിനൊക്കെ. നല്ല മുടിഞ്ഞ വെയിലാ കേട്ടോ. ഇന്നിച്ച് വെയിൽ കുറവാ. സാധാരണ ഇതൊന്നും അല്ല ഇവിടുത്തെ വെയിൽ. പക്ഷെ വൈകുന്നേരം സൂപ്പർ ആയിരിക്കും അല്ലേ? ആ ഞാനിവിടെ സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ വരാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം മേടിച്ചിട്ടേക്കുന്നത്. ആ അളിയൻ പറയുന്നത് സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ സൂപ്പറാണ്. അതിന് വേണ്ടിയിട്ടാണ് അളിയൻ ഈ വള്ളം മേടിച്ചിട്ടേക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഒരു ദിവസം നമ്മൾ വന്ന് ആ സൺറൈസും സൺസെറ്റും ഒക്കെ നിങ്ങളെ കാണിക്കും. ഇതൊന്നും ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് കേട്ടോ. മൺറോത്തുരുത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനിയാണ് ഞാൻ പറഞ്ഞ സ്ഥലം വരാൻ പോകുന്നത്. ഓ ഇല്ല, ഹിഡൻ സ്പോട്ട് പറഞ്ഞില്ലേ നിങ്ങളോട്? അപ്പോൾ ആ ഹിഡൻ സ്പോട്ട് ഇനിയാണ് വരാൻ പോകുന്നതാണ് പറയുന്നത് കേട്ടോ. നോക്കാം നമുക്ക് എന്തുവാന്ന്. എന്തെങ്കിലും കാണാതിരിക്കത്തില്ല, കാണും. വെയിൽ ഒടുക്കത്തെ വെയിലുണ്ട് കേട്ടോ. മാറും. നല്ല വെയിൽ. ഈ വള്ളത്തിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ബാലൻസ് വേണമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല ഇത് ചെറിയ വള്ളമായതുകൊണ്ട് ഇത് മറിഞ്ഞു പോകും. നമ്മളില്ല വലിയ വള്ളത്തിലല്ലേ കയറുന്നത്. നമ്മൾ സാധാരണ മറ്റേ അല്ലാതുള്ള ബോട്ടിങ്ങിനൊക്കെ ഇവിടെ വരുമ്പോൾ വലിയ വള്ളങ്ങളാണ്. അടുത്ത ഒരു പാലമായി. ഇതിപ്പോൾ എവിടെയാണ്? എസ്വളപായ? ഇല്ലല്ല, ഇത് പൂപ്പാണിയിലെന്ന് പറയും. പൂപ്പാണിയിൽ പെരിങ്ങാലം. ആ അതോ അവിടെ ടൂറിസ്റ്റ് ഈ പാലത്തിൻ്റെ അതുകൊണ്ട് അവിടെ ഒരു വള്ളത്തിനകത്ത് കുറേ ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു കേട്ടോ പോകുന്നുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ അടി കൂടാണോ ഇനി നമ്മൾ പോകുന്നത്? ഈ പാലത്തിൻ്റെ അടി കൂടെ നമ്മൾ പോയി നമുക്ക് അഷ്ടപടി കാര്യം കണ്ടിട്ട് തിരിച്ചു വന്ന് ഹിഡൻ സ്പോട്ട് പറഞ്ഞ സ്പോട്ടിലേക്ക്. ആ ഓക്കെ, അതാണ് സംഭവം. ഹിഡൻ സ്പോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. വല്ലതും ഉണ്ടോടെ? ഉണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മൾ വേണ്ട ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ. അതുകൊണ്ട് ഫ്രണ്ടിൽ പോകുന്ന ടൂറിസ്റ്റുകളുണ്ടോ വള്ളത്തിൽ? അതുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലോടാ. ഇത് എവിടെ നിന്ന് വരുവാന്നറിയ ആൾക്ക്? ഇവരെവിടെ നിന്ന് കയറുന്നതായിരിക്കും? ഇത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത്. ആ മൺറോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് കയറുന്ന കേട്ടോ. ആന്ന്. ഓക്കെ, നമ്മൾ ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ കീഴിൽ കയറാൻ പോകുന്നു തോന്നുന്നു കേട്ടോ. ആ കണ്ടൽക്കാടിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ. ഇതാണ് ഹിഡൻ സ്പോട്ട്. വാവ്, പൊളി സ്ഥലം. അതാണ്ട് യെസ്, പൊളി. യെസ്, ഈ സ്ഥലം നിങ്ങൾ കണ്ട ആരും മിക്കവാറും ഇത് വന്നിട്ടില്ല കേട്ടോ. ആ പൊളി അടി, പൊളി പൊളി സ്ഥലം, പൊളി പൊളി പൊളി. അവിടുന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേനെ ഭയങ്കര കൂളിങ് കേട്ടാ. ആ ചൂട് മാറി. ഭയങ്കര വെയിലത്തല്ലേ നമ്മളിരുന്നത്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേന് ഭയങ്കര സുഖം കേട്ടോ. അടിപൊളി കേട്ടോ, സൂപ്പർ. എന്തുമാത്രം ഇതിനകത്ത് കിട്ടുന്നെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു ടൈം ആയതുകൊണ്ട്. അടിപൊളി കേട്ടോ. ഇതെന്ത് ചെമ്മീൻ കുളമാണോ? ഓക്കെ, ആ ഒരു വള്ളം വരുന്നുണ്ട്. അപ്പോൾ ഒരു വള്ളം വരുന്നുണ്ട്, ഇനി ഒതുക്കി കൊടുക്കണം. തിരിയോടെ ഇവിടെ. ഓക്കെ, റിവേഴ്സ് പോട്ടെ. അവിടുന്ന് ഒരു വള്ളം വരുന്നുണ്ട് കണ്ടോ. അവിടുന്ന് ഒരു വള്ളം വരുന്നുണ്ടോ. അപ്പോൾ ആ വള്ളത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒതുക്കി കൊടുക്കുകയാണ്. അപ്പം വലിയ വെള്ളം പാസ് ചെയ്ത് പോയി, നമ്മൾ ഒതുക്കിയൊക്കെ കൊടുത്ത്. അതുകൊണ്ട് ഇവിടെ കാണുന്നത് ചെമ്മീൻ കുളമാണ് കേട്ടോ. അതുകൊണ്ട് ചെമ്മീൻ കുളം. അവിടുന്ന് വെള്ളം വരുന്നുണ്ട്. ഇങ്ങോട്ട് ഒതുക്കിയാ മതിയോ?
നമ്മൾ വള്ളം ഒതുക്കി. ഓക്കെ ഇത് മീൻകുളമാണോ കൊഞ്ചുകുളമാണോ? കൊഞ്ചം മീനാന്ന് തോന്നുന്നു. മീൻകുളം. ഓക്കെ. അപ്പോൾ ആ വള്ളങ്ങൾ പാസ് ചെയ്ത് പോട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് ഒതുക്കിയിരിക്കുകയാണ്. സൺസ്ക്രീനൊക്കെ പോയി കേട്ടോ. സൺസ്ക്രീൻ ഒന്നും പോകത്തില്ല അങ്ങനെ. സൺസ്ക്രീൻ ഒന്നും പോകത്തില്ല. ഇങ്ങനെ ഇരുന്ന് നടുവേദന എടുക്കുന്നു. നടുവേദന എടുക്കുന്നോ? നീ കുറച്ചുകൂടെ ഒന്നും ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് ആ ലൈഫ് ജാക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് വെച്ച് അവിടെ ഒന്ന് കുത്തി വെച്ച് ആ പടിയിലോട്ട് റെഡി ആയില്ലേ? ആ ഇപ്പം സെറ്റായി. ഇത്ര നേരം നടുവേദന എടുത്തിരുന്ന. കുറെ വെള്ളം ഉണ്ടോ? ഒരു വെള്ളം ഉണ്ടോ? കണ്ട അടുത്ത വള്ളവും പാസ് ചെയ്ത് പോവുകയാണ്. ഇനി ഒരു വെള്ളവും കൂടെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതും പാസ് ചെയ്ത് പോട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. പിന്നെ എന്തുകൊണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. എനിക്കൊന്ന് 1 മാസമായി വീഡിയോ ഇട്ടിട്ട്. കുറച്ച് തിരക്കായിരുന്നതാ. 1 മാസമായി വീഡിയോ ഇട്ടിട്ട്. 1 മാസം ആവാൻ പോകുന്നു. കൺസിസ്റ്റൻസി ആണല്ലോ ഇതിനകത്തേക്ക്. പിന്നെ വേറെ പിന്നെന്തുകൊണ്ടളിയാ വേറെ വിശേഷം? സുഖമാണോ? പിന്നെ സുഖം. എന്തല്ലേ ജീവിതം, എന്ത് സുഖം ജീവിതം. അതൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ജീവിതം കേട്ടോ. സെറ്റാണ്, കിടിലം, ഒന്നും പറയല്ല. അപ്പോൾ ഈ വെള്ളം കൂടെ പാസ് ചെയ്ത് പോയിട്ട് നമുക്ക് പോവാം. വേറെ വെള്ളം ഉണ്ടോ? കുറേ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം പോയിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് വരുന്ന? റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് കയറി വരുന്നത്, അവിടെ നിന്ന് വരുന്നവരാ. ആ ചെറിയൊരു തട്ടൊക്കെ തട്ടിപ്പോയി. നമ്മൾ റിവേഴ്സ് എടുക്കുകയാണ്. അപ്പം നമ്മളിനി റിവേഴ്സ് എടുത്ത് പോവാണ് ഗേസ്. ഇനി നമ്മൾ നേരെ പോവാം. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ. അടുത്ത കണ്ടൽ കാടുകളുടെ അകത്തൂടെ കയറി നമുക്ക് പുറത്തിറങ്ങാം. സൂപ്പർ സ്ഥലമാണ് കേട്ടോ. കണ്ടൽ കാടെന്ന് പറഞ്ഞാലേ മീനുകളുടെ കേന്ദ്രമാണിത്. മീൻ കൂടുതലാ ഇവിടെ അല്ലേ? ഇടാനും എല്ലാത്തിനും വരുന്ന ഈ കണ്ടൽ കാടിനകത്താ. കാരണം ഇതിനകത്ത് അധികം ഓളം അടിക്കത്തില്ല. ഈ മീൻ തടം കൊത്തി മുട്ടയിട്ടാലും ഈ മുട്ടയ്ക്കൊന്നും സംഭവിക്കത്തില്ല ഓളം അടിച്ച്. ഓക്കെ. കണ്ടലൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ്. വാവ്, പൂളി. ഇത് നല്ല കിടിലം ക്യാമറയൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ഈ പിടിച്ചിരിക്കുന്ന ഈ ഒരു ഇതെല്ലാം കണ്ടല്ല. കണ്ടല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേര് അതിന്റെ തടിയിൽ നിന്ന് തന്നെ ഇറങ്ങി താഴെ വന്ന് കുത്തി പിന്നെ അതൊരു പുതിയ ചെടിയായിട്ട് അവിടെ കളിക്കും. അങ്ങനെ ഓക്കെ. ഈ ആലില്ലേ, ചില ആലിങ്ങനെ കിളിച്ചൊലിച്ച് പോകത്തില്ലേ, അതുപോലുള്ള ഒരു സെറ്റപ്പാണ് കണ്ടല്. ഓക്കെ. ഉപ്പുള്ളത് ജീവിക്കുന്ന സാധനമല്ലേ, അത്രയും പവർഫുൾ. അങ്ങനെ നമ്മള് അഷ്ടമുടി കായൽ കണ്ടിട്ട് വരാം. ഇനി നമുക്ക് അഷ്ടമുടി കായൽ കാണാൻ പോവാം. നീ ചരിയണ്ട, ഞാൻ ചരിച്ചോളാം. വള്ളം ചരിച്ചതാ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിവിടെ ചരിയണമെന്ന്. അങ്ങനെ ഞാൻ ചരിഞ്ഞു പോയതാ. ഇനി അഷ്ടമുടി കായൽ കാണാനായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കണ്ടലിനകത്തായിരുന്നുള്ളത്. അവിടെ നമ്മൾ പുറത്തിറങ്ങി. നമ്മളങ്ങനെ ആ കണ്ടൽക്കാടെല്ലാം കഴിഞ്ഞിട്ട് നേരെ അഷ്ടമുടി കായൽ വന്ന് ഇറങ്ങിയേക്കുവാണ്. കണ്ടോ, വെള്ളത്തിൽ ചിലപ്പോൾ ഫോൺ പോവും. അതുകൊണ്ട് ഇങ്ങനെ സൈഡിലോട്ടൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ അറിയാൻ ഒക്കത്തില്ല. പിന്നെ അളിയെ മുങ്ങി എടുക്കേണ്ടി വരും. ഫോണിനൊന്നും പറ്റത്തില്ല. പറ്റുമോ? നല്ല ആഴമാണോ? ഓ, ഉപ്പുള്ളോ? അല്ല, ഇത് വെള്ളം കയറത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്. എങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ പരീക്ഷിക്കുന്നില്ല കേട്ടോ. ആണോ? ഏതാ ഫോൺ? S23. അടിപൊളി. അപ്പം ഞാൻ പരീക്ഷിക്കുന്നില്ല. ആ കാണുന്നേ വാട്ടർ ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ അവർക്ക് അവൈലബിൾ ആയിട്ട്. ഓ, വണ്ടിയും വെള്ളമൊന്നും അവിടെ. അപ്പോൾ അവർ അവിടെയൊക്കെ എത്ര വീടുണ്ട്? അവരെല്ലാം പോകുന്നത് വള്ളത്തേലൊക്കെയാണോ? അപ്പോൾ അങ്ങനെയാണ് കാര്യം. നല്ല വെയിലായി കേട്ടോ അളിയാ. ഏതാ? കായലിന്റെ നടുക്കുള്ള കുറച്ച് കണ്ടലുകളാണ് ഇത് കായലിന്റെ നടുക്കുള്ള. ഇത് കറക്റ്റ് സ്പോട്ട് എവിടെ അളിയാ?
ദക്ഷിണമുടി ഇത് സ്പോട്ട് പട്ടംതുരുത്തെന്ന് പറയും. ആ ഇത് പട്ടംതുരുത്താണ് കേട്ടോ. മൺട്രോത്തുരുത്ത് നമ്മൾ മൺട്രോത്തുരുത്ത് നേരെ ഇപ്പോൾ ഇത് പട്ടംതുരുത്തല്ലേ? അല്ല, മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞാൽ കുറേ ദ്വീപുകളുടെ ഒരു കൂട്ടത്തിനാണ് പറയുന്നത്. ഓക്കെ. അത് പട്ടംതുരുത്തുണ്ട്, നീറ്റംതുരുത്തുണ്ട്, ഈ പറയുന്ന പെരുങ്ങാലമുണ്ട്. ഇതെല്ലാം മൺട്രോത്തുരുത്തിന്റെ ഭാഗമാണ്. ഓക്കെ. നമ്മളിപ്പോൾ എന്താണ്ട വേറൊരു സ്പോട്ടിലോട്ടാണ് വന്നേക്കുന്നത്. തറ കാണാം. ഇറങ്ങി നിൽക്കാം. പിന്നെ ഇപ്പം ഇറങ്ങിക്കാൻ എനിക്ക് ഇറങ്ങിയെന്ന് കാണിക്കാനൊന്നും വയ്യ നിങ്ങളെ. വേറൊരു ടൈപ്പ് ഓഫ് കണ്ടല, മരം പോലെ. ആ മരം പോലെ ഇരിക്കുന്നത്, അതിനെന്തോ പറയുന്ന പേര്? എന്തോ അതിന് വല്ല പേരുണ്ടോ? പേരൊന്നും അറിയത്തില്ല. അത് വേറൊരു കൈൻഡ് ഓഫ് കണ്ടലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ അതിനകത്തൊക്കെ ആൾക്കാർ കയറുമോ? പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കയറിയിരിക്കുന്നത്. ആ ഇവിടെ അളിയൻ പറയുന്നത് ആഴം കുറവല്ലേ? ആഴം കുറവാ. അടിവശം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇളിവേരൊക്കെ വെള്ളം കാണും അല്ലേ? ആ അത്രയൊക്കെ വെള്ളം കാണത്തുള്ളൂ. നല്ല വെയിൽ കേട്ടോ. വൈകിട്ട് വന്നായിരുന്നെ നമ്മൾ പൊളിച്ചേനെ. ഒരു 5 മണി കഴിയുമ്പോൾ ഇറങ്ങണം അല്ലേ? അല്ലെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് ഇറങ്ങണം. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു 6:15. അളിയ ഇവിടെ വരെ ഈ ഹൗസ് ബോട്ടൊക്കെ വന്നിട്ട് ഇവിടെ ആണോ ഒരു റിസോർട്ടുണ്ട്. നല്ല വെയിലായി തുടങ്ങി കേട്ടാ. പൊളി വെയിൽ. നമുക്ക് തിരിച്ചു പോവാമെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഞാൻ ഇനി കൂടുതൽ എനിക്ക് വെയിൽ, ഭയങ്കരമായ വെയിൽ കേട്ടോ, ഭയങ്കരമായ വെയിൽ. ഞാൻ തൊപ്പി എടുത്തുമില്ല, ഒന്നും എടുത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അവിടെ ആ ഭാഗത്ത് എവിടെയോ റിസോർട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന ഭാഗത്ത് അതാണ്. അവിടെ ഒരു ബോട്ട് ചെട്ടിയൊക്കെ പണി വെച്ചേക്കുന്നത് ആണോ? റിസോർട്ടുകാർ പണി. ഇതെന്ത് ഇത് സംഭവം? ഇതൊക്കെ കുത്തിർത്തിയേക്കുന്നത് പഴയ കരയാ ഇതൊക്കെ. ഇത് ഇത് പഴയ കരയായിരുന്നത്, കായലെടുത്ത് പോയ സ്ഥലമാണ്. അതാണ് ഇവിടെ ഇതില്ലാത്ത, ആഴമില്ലാത്ത. കായലിൽ വലിയ ആഴം ഇല്ല മിക്ക സ്ഥലങ്ങളിലും. മാത്രമുള്ള ആഴം. ഈ ബോട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഓക്കെ ഓക്കെ. മാത്രമുള്ള ആഴം. അപ്പം ഇനി നമുക്ക് വന്ന സൈഡിലോട്ട് തിരിച്ചു പോവാം അല്ലേ? അതിലേക്കൂടെ കയറി നമ്മൾ തിരിച്ചു പോവാണ്. പിന്നെ മീൻ പിടിക്കുന്ന സംഭവമൊക്കെ എന്തെങ്കിലുമൊക്കെ വല്ല മീൻ പിടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ കളിയാ ഇന്ന്? മീനെങ്ങാനും പിടിക്കുന്ന വല്ലതും ഉണ്ടോ? ചൂണ്ടയൊക്കെ സമയമില്ല കേസ്, വെയിലാ. നമ്മൾ ഇനി ഒരു ദിവസം വരുമ്പോൾ എല്ലാം കാണിക്കാം. ഇനി ഒരു ദിവസം നമ്മൾ വരാം, അന്നേരം എല്ലാം സെറ്റാക്കി നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കണ്ടലൊക്കെ കാണാൻ വേണ്ടി വന്നേ, ചുമ്മാ ഒരു രസം. പിന്നെ ഈ കൊച്ചു ചെറിയ വെള്ളത്തിനകത്ത് ഞാൻ ഇവരെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര നാളായിടാ? നമ്മളൊന്ന് കണ്ടിട്ട് കുറേ നാളായി. ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഇവർ വീട് വെച്ച് പുതിയ ഇങ്ങോട്ട് മാറിയാണ്. നേരത്തെ ഈ ഇതിൻ്റെ അങ്ങേ കരയ്ക്കായിരുന്നു താമസമുണ്ട്. ഇവിടെ ആദ്യമായിട്ട് വരും. പാലാശിന് വരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ തിരിച്ചു പോവാണ് കേസ്. അപ്പം ഏതോ സാധനത്തിനകത്ത് വന്ന് തട്ടിയട്ടാ, തെങ്ങും കുറ്റി വന്ന് തട്ടി ഇങ്ങനെ വളഞ്ഞിങ്ങനെ അങ്ങ് പോയി. നല്ല വെയിൽ. അപ്പം തിരിച്ചു പോട്ടെ കേസ്. ഓക്കെ.